അതിന്റെ പേര് പട്ടികയാണോ? അതിന്റെ പേര് പട്ടികയെന്നല്ല. ചില ഉദ്യോഗസ്ഥന്മാർ വീട്ടിലിരുന്ന് ഉണ്ടാക്കിയ ലിസ്റ്റ് എന്ന് പറയാം. അതിന്റെ പേര് പട്ടികയല്ല. എന്തെങ്കിലും യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയാണോ പട്ടിക ഉണ്ടാക്കിയിട്ടുള്ളത്? നിങ്ങൾ പഠിക്കത്, നിങ്ങൾ മനസ്സിലാക്ക്. ഒരു യാഥാർത്ഥ്യ ബോധവും ഇല്ലാതെ ഇവർക്ക് താല്പര്യമുള്ള ആളുകളെ കുത്തിത്തിരിക. ഒരേ വാർഡിൽ രണ്ട് വാർഡിൽ ഒരാൾക്ക് വീട് നോക്കി നിങ്ങള്. 17 പേര് പെട്ടിട്ടില്ല. അതായത് ഒന്നാം ലിസ്റ്റിൽ അർഹരായിട്ട് പെടാൻ അർഹതയുള്ള 17 പേര് ഈ ലിസ്റ്റിൽ പെട്ടിട്ടില്ല. 17 പേര്. എന്റെ മകൻ എങ്ങനെ കൊണ്ടുവന്നിട്ട് ചൂരമല ഹോസ്പിറ്റലിൽ കൊണ്ട് സെറ്റിലാക്കിയിട്ട് വെള്ളം പറഞ്ഞിട്ട് കൂടുതൽ വെള്ളം വന്നപ്പോ നോക്കാൻ വേണ്ടി പോയ മോനാണ്. രണ്ടാമത് തിരിച്ചു വന്നിട്ടില്ല. ഒരുപാട് ആൾക്കാരെ രക്ഷപ്പെടുത്തി. എന്റെ മകൻ ലാസ്റ്റ് അവസാനം എന്റെ മകൻ ഇല്ലാതായിപ്പോയി. ഇന്നാണ് രണ്ടുപേരും ഭാര്യ ഭർത്താവിന് എനിക്ക് രണ്ടാൾക്കും ഒരു മകൻ ഉണ്ടായിരുന്നു. ആ മകനും കൂടി കൈയിട്ട് പോയി. അതുകൊണ്ട് ലിസ്റ്റിലെ പേരില്ല. രണ്ടാമത് ലിസ്റ്റിലും പേര് വരുമെന്ന് പറഞ്ഞു, അത് വന്നിട്ടില്ല. ഇത് എന്താണ്? ഇത് എന്തോ ഒരു കളിയാണ്, നമുക്കൊന്നും അറിയില്ല സാറേ. വീട് ആകെ ഒരു വെള്ളം കയറി ഞങ്ങൾ താമസിച്ച വീട് മൊത്തം തമർത്ത് പോയി. പാടില്ല തമർത്ത് പോയത്.